യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പാർട്ടിയിൽ അംഗത്വമെടുത്ത 1.5 ലക്ഷം പേരുടെ ഫോൺ നമ്പറുകൾ ശേഖരിച്ചു. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് അംഗത്വമെടുത്തവരെ കണ്ടെത്താനാണ് ശ്രമം. അംഗത്വമെടുത്തവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തേടി പോലീസ് വീണ്ടും യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് കത്തയച്ചിട്ടുണ്ട്. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, ഈ 1.5 ലക്ഷം ആൾക്കാരുടെയും പേര് വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത്. വലിയൊരു പണിയാണ് ഈ അന്വേഷണ സംഘത്തിനും കിട്ടിയിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. എങ്ങനെ, എവിടെ നിന്നാണ് ഈ അന്വേഷണം തുടരുക? അരുൺകുമാർ, യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച സംഭവത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ നിർണായക നീക്കം. ഒന്ന്, ഏതൊക്കെ ആളുകളാണ് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് അംഗത്വം എടുത്തത് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ സേവനദാതാക്കളിൽ നിന്നും മൊബൈൽ ഫോൺ നമ്പറുകൾ ശേഖരിച്ചത്. ഈ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഡിവൈസിൽ നിന്നും ഈ മൊബൈൽ SMS ലഭിച്ച നമ്പറുകൾ മാത്രമാണ് ഇപ്പോൾ ശേഖരിച്ചത്. അതിൽ ഏതാണ്ട് 1.5 ലക്ഷം നമ്പർ അതിൽ നിന്നും തരംതിരിച്ച് കണ്ടെത്തണം ആരൊക്കെയാണ് വ്യാജ വോട്ടേഴ്സ് ID ഉപയോഗിച്ച് അംഗത്വം എടുത്തതെന്ന്. മറ്റൊന്ന്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഈ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ഈ നിലവിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കി അത് ഉപയോഗിച്ചവരുടെ നമ്പർ തന്നെയാണോ, അവരുടെ അക്കൗണ്ട് നമ്പറിൽ നിന്ന് തന്നെയാണോ പണം യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് അടച്ചത് എന്ന് കണ്ടെത്താൻ കഴിയും. ആ തരത്തിൽ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഈ തരത്തിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അംഗത്വം എടുത്തു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വ്യാപകമായി വ്യാജമായി ആളുകളെ കുത്തിനിറക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിൽ കാർഡ് തയ്യാറാക്കുകയും അവരെ അംഗത്വം എടുക്കുകയും ചെയ്തത്. പക്ഷേ പല ആളുകളുടെ, വ്യത്യസ്തമായ ആളുകളുടെ അംഗത്വം എടുത്ത ആളുകളോ അല്ല അവരുമായി ബന്ധമില്ലാത്തവരുടെ മൊബൈൽ ഫോണുകളിലേക്കാണ് ഈ OTP ആയി SMS പോയിരിക്കുന്നത്. ആ OTP അവിടെ നിന്നും കളക്ട് ചെയ്താണ് പിന്നീട് ഇവർ ഈ സോഫ്റ്റ്വെയറിലേക്ക് കൊടുക്കുകയും അത് അനുസരിച്ച് അംഗത്വം എടുക്കുകയും ചെയ്തത്. ഏതായാലും ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ കേസിൽ പ്രതിയാകുമെന്നാണ് പോലീസ് പറയുന്നത്. നമുക്കതിനുവേണ്ടി കാത്തിരിക്കാം. കൂടുതൽ ആളുകൾ പ്രതിയാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. 1.5 ലക്ഷം ആളുകളുടെ വിവരങ്ങൾ പോലീസ് ഇപ്പോൾ ശേഖരിച്ചു. ഇവരിൽ ആരൊക്കെയാണ് ഈ തട്ടിപ്പിന് കൂട്ടുനിന്നിരിക്കുന്നത് എന്നത് ഇനി അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ